എന്താ നിങ്ങളുടെ യൂണിഫോം ഇല്ലേ ഡ്രൈവറിന്? എന്താ സ്കൂൾ ബസ്സിലെ ഡ്രൈവറിന്റെ യൂണിഫോമിന്റെ കളർ എന്താ? സൈക്കിളിൽ അഭ്യാസം കാണിക്കുകയാണോ? ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഇല്ലേ? കണ്ടോ കണ്ടോ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് ഇട്ടിരിക്കുന്ന എന്താ ഇതില് സൈക്കിളിൽ അഭ്യാസം കാണിക്കുകയാണോ? ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഇല്ലേ? സൈക്കിൾ ഓടിക്കാൻ ലൈസൻസ് വേണോ? സൈക്കിൾ ഓടിക്കാൻ ലൈസൻസ് വേണ്ട, പക്ഷെ റോഡിലൂടെ പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കൈവിട്ട് ഇതിനകത്ത് സൈക്കിളെ ഓട്ടി വരരുത്. ബാലൻസ് പോയി കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾ വന്നിടിക്കും. അതുപോലെ എങ്ങനെ പോകാനിപ്പം പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുന്നത്? നോക്കത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല. അപ്പം വരുന്ന വാഹനങ്ങൾ പോകുന്ന നോക്കി അവർ പൊക്കണം അല്ലേ? ഇതിന്റെ മിറർ എന്ത് ചെയ്യേ ഊരി വെച്ചാണ്. അപ്പൊ എങ്ങനെ കാണും വാഹനം, പുറകിൽ നിന്ന് വരുന്ന വാഹനം? തിരിഞ്ഞു നോക്കാം. വണ്ടിയുടെ ബാലൻസ് പോകത്തില്ല, സൈക്കിളിന്റെ ബാലൻസ് പോകത്തില്ലേ? ഞങ്ങൾ ഇവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഇത് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ. ഹാൻഡിലിട്ട് വെട്ടിക്കുന്നു, ചരിക്കുന്നു, കൈവിട്ട് ഓടിക്കുന്നു. എന്നും ഇങ്ങനെയാണ് വരുന്നേ അല്ലയോ? ഇന്ന് മാത്രമേ വല്ലപ്പോഴും ഒക്കെ ശരി അടിക്കില്ലയോ? ഈ ഇതിലാണ് കംപ്ലീറ്റ് ബാലൻസ് ഇരിക്കുന്നത്, ഈ ഹാൻഡിലാണ്. ഇതെന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ബാലൻസ് കിട്ടുമോ? അപ്പോൾ നാളെ മുതൽ ഇതിന് രണ്ട് മിറർ ഫിറ്റ് ചെയ്യുക. അതേ നോക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട്. കഴുത്ത് തിരിച്ച് നോക്കരുത്. കഴുത്ത് തിരിച്ച് നോക്കുമ്പോൾ സ്ലോ ആയിട്ടും കൈയും കൂടെ തിരിയുമ്പോൾ നമ്മൾ റോഡിലേക്ക് ഉരുണ്ട് വീഴും. ബെല്ലൊക്കെ ഉണ്ടോ ഇതിന്? അതുണ്ട്. ബ്രേക്ക് ഉണ്ടോ? അടിപൊളി കേട്ടോ, ഡിസ്ക് ബ്രേക്ക് ഒക്കെ കേട്ടോ. ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉണ്ട്. അതുപോലെ കൂട്ടുകാരോട് തോളൊക്കെ ആയിട്ടൊക്കെ പോകാറുണ്ടോ സൈക്കിളെ? അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങളിങ്ങനെ നിരനിരയായിട്ട് പോകും. പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കാർ ഓടിച്ച് പോകുമ്പോൾ തന്നെ നിങ്ങൾ നിരനിരയായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ വാഹനം പോകാനുള്ള സൈഡ് തരില്ല കേട്ടോ. അപ്പം ഒറ്റ ലൈനിലൂടെ വേണം. ഇനി ശ്രദ്ധിക്കണം, അപകടം ഉണ്ടാകാൻ എളുപ്പമാണ്. അപകടം ഉണ്ടായി കഴിഞ്ഞാൽ, കാരണം സൈക്കിൾ ആയതുകൊണ്ട് ഇനി ഹെൽമെറ്റും വേണ്ട, മറ്റ് സംവിധാനങ്ങളും ഒന്നും വേണ്ട, ലൈസൻസും വേണ്ട. പക്ഷേ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ സ്കൂട്ടറിൽ പോകുന്നതിനും സൈക്കിളിൽ പോകുന്നതിനും ഒരേ പരിക്കായിരിക്കും. മനസ്സിലായോ? ശ്രദ്ധിക്കുമോ? എന്ത് മോൻ്റെ പേര്? അപ്പോൾ ഏവലിൽ നാളെ മുതൽ സൈക്കിൾ കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ശരി, പോട്ടെ. ഓക്കെ. റോഡിൽ നിന്ന് ഇറങ്ങി വരണം കേട്ടോ. ഇതിന് ഈ ലൈൻ ഇട്ടിരിക്കുന്നത് ഇവിടെ. ഈ ലൈൻ കണ്ടോ? ഇങ്ങോട്ട് നോക്കും. ഈ ലൈൻ നോക്കണം. അറിയാമോ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ക്രോസ് ചെയ്യാൻ. അതായത് നിങ്ങളെ സുരക്ഷിതമായിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈൻ ഇട്ടിരിക്കുന്നത്. അതിന്റെ പേര് സീബ്ര ക്രോസിംഗ് അല്ലെ പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ആ ലൈൻ ഉപയോഗിക്കാതെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വാഹനങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളെ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും കൂടെ തോളെ കൈയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ക്രോസിങ്ങിനോടല്ലാതെ ക്രോസ് ചെയ്യാൻ പാടില്ല. അതുപോലെ നടന്നു വരുമ്പോൾ വലതുവശത്ത് ചേർന്ന് വേണം നടന്നു വരാനായിട്ട്. ഈ സീബ്ര ക്രോസിംഗ് വന്നു കഴിഞ്ഞാൽ കണ്ടല്ലേ, ഞങ്ങൾ വാഹനം നിർത്തിയിരിക്കുന്നത് കണ്ടോ? ആ സ്റ്റോപ്പ് ലൈൻ്റെ അപ്പുറത്തെ ഒരു വാഹനം നിർത്തത്തുള്ളൂ. നിങ്ങൾ ഈ സീബ്ര ക്രോസിംഗിൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വാഹനം ഇവിടോട്ട് കടന്നു വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇതിലൊരു നടന്നു പോകാം. ഒരാൾ നടന്നു പോയി ഇങ്ങനെ തോളയിലൊന്നും കൈയിടാതെ കണ്ടോ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് ഇട്ടിരിക്കുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർത്തി തരും. ഈ ലൈനിന്റെ പുറകെ നിർത്തി തരും കേട്ടോ. ഇത് നിങ്ങൾ പോയതിനു ശേഷം മാത്രമേ ഇവർ പോകുള്ളൂ കേട്ടോ. നേരെ എന്താ നിങ്ങളുടെ യൂണിഫോം ഇല്ലേ ഡ്രൈവറിന്? എന്താ ഇടാത്തത്? എന്താ സ്കൂൾ ബസ്സിലെ ഡ്രൈവറിന്റെ യൂണിഫോമിന്റെ കളർ എന്താ? സൈസ് യൂണിഫോം ഇല്ലെന്ന് തോന്നുന്നു. ഇത് കൃത്യമായിട്ട് ട്രെയിനിങ് തന്നിട്ടുള്ളതല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂൾ ബസ്സിൽ എപ്പോൾ കയറിയാലും യൂണിഫോം വേണം. നിങ്ങൾക്ക് വെള്ള ഷർട്ടും കറുത്ത പാൻറ്റുമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സ്കൂളിന്റെ ടാഗ് നിർബന്ധമായിട്ട്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടോ ഡ്രൈവിംഗില്? ഒരു കാരണവശാലും മൊബൈൽ ഫോൺ വാഹനത്തിലിരിക്കുന്നത് കുട്ടികളുടെ സുരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിഫോം വേണം, ടാഗ് വേണം, മൊബൈൽ ഫോൺ, അതുപോലെ ഈ ഹാൻഡ് ഹെൽഡ് അല്ലാത്ത ഡിവൈസ്, ഹെഡ്ഫോൺ, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വാഹനം ഓടിക്കുമ്പോൾ ഫുൾ ശ്രദ്ധ വാഹനത്തിലായിരിക്കണം. യൂണിഫോം ഇല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ഫൈൻ അടിക്കും നിർബന്ധമായിട്ട്. എന്നൊരു വാണിംഗ് ഒന്ന് വിടുകയാണ്. എങ്ങനെയാ സ്കൂളിൽ കുട്ടികളെ ഇറക്കുന്നത്? വാഹനത്തിൽ നിന്ന് കൈ പിടിച്ചിറക്കുവോ? ആണോ? അതോ ചുമ്മാതെ ആദ്യത്തെ 2 ദിവസമേ ഉള്ളോ? പിന്നെ കഴിഞ്ഞാൽ അവർ ഏൽപ്പിച്ചിട്ട് തന്നെ പോകത്തുള്ളൂ? എങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇവിടുന്ന് പുറകെ കൂടെ ഉള്ളൂ? അല്ല, ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്യേണ്ട സ്ഥിതി വല്ലതും പറ്റുന്നുണ്ടോ? അല്ല, ക്രോസ് ചെയ്യേണ്ട ഏതെങ്കിലും സൈഡിൽ കൊണ്ട് റോഡ് ക്രോസ് ചെയ്യേണ്ട ലൈസൻസും അങ്ങനെ വരുന്നില്ല. അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വിടാവുള്ളൂ. ഡ്രൈവറെ കാണത്തെ മാറി കൊണ്ടുപോകണം കേട്ടോ. സ്കൂളിലോട്ട് പോവാ.
ഇവിടേക്ക് മോനെ കരയല്ലേ ഇങ്ങ് വാ. അതുപോലെ നിങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ലിസ്റ്റിന്റെ അകത്ത് പേര് നോക്കി വിളിച്ചല്ലേ കൊണ്ടുപോകുന്നത് ഓരോരുത്തരായിട്ട്. എല്ലാരും ഇറങ്ങിയിട്ടൊന്ന് ഉറപ്പ് വരുത്തുമല്ലോ വണ്ടിക്കകത്ത് ആരെയും ഇല്ലെന്ന് നോക്കണം കേട്ടോ. അതുപോലെ തിരിച്ചു വിടുന്ന സമയത്ത് ആ പേര് വിളിച്ചല്ലേ ഇറക്കി വിടുന്നത്. രക്ഷകർത്താവിന്റെ ഏൽപ്പിക്കുന്നുണ്ട്. കരച്ചിൽ മാറിയോ മോന്റെ? പറയോ കരച്ചിൽ മാറിയോ? മനസ്സിലായല്ലേ? വെരി ഗുഡ്. മോനെ കറക്റ്റ് ആയിട്ടാണ് സ്കൂളിൽ കൊണ്ടുവന്നത് ചെക്ക് ചെയ്യാം ഞങ്ങള് കേട്ടോ. കരയണ്ട കേട്ടോ. ഷെയ്ഖാന്റെ ഒരു സല്യൂട്ട്. സല്യൂട്ട് തരാം. നിങ്ങളെ നല്ല രീതിയിലാണോ വാഹനത്തിൽ നിറക്കുന്നതെന്നും സ്കൂളിൽ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കാം കേട്ടോ. പേടിക്കണ്ട. നിന്നെ മിഠായി ഉണ്ട്. മിഠായി കരയണ്ട കേട്ടോ. രണ്ടീമോളെ നോക്കിയേ. എന്ത് പറ്റി? എന്തിനാ കരയുന്ന മോള്? നിങ്ങൾ കുട്ടികളെ വാഹനത്തിൽ കയറ്റുമ്പോഴേ ക്യൂ ആയിട്ടല്ലേ കയറ്റുന്നത്? ക്യൂ നിർത്തിയല്ലേ? ക്യൂ ആയിട്ടല്ലേ? വന്നുണ്ട്. കുട്ടികൾ ഇവിടെ വരുമ്പോഴേ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്തെ ഇവിടെ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾ ഒരാളെ ഇവിടെ നിയോഗിക്കണം. പിള്ളേർ പറഞ്ഞാൽ അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവരെ ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവരെ വിളിച്ച് നമുക്ക് വലിയൊരു നിൽക്കുമ്പോൾ എന്തായാലും വണ്ടിക്കാരും ശ്രദ്ധിക്കും. അപ്പോൾ അവരെ നല്ല രീതിയിൽ നമുക്ക് സ്കൂളിനകത്തേക്ക് വരിവരിയായിട്ട് കൊണ്ടുപോകാനാണ്. ഇപ്പോൾ അവർ വന്ന് വളരെ ഇതായിട്ട് ഞങ്ങൾ കണ്ടു, വളരെ ആടിയും പാടിയൊക്കെ വരുന്നവർ ശ്രദ്ധയില്ലാതെ വരുന്നത്. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. റോഡിൻ്റെ ഏത് വശത്തോട് നടക്കണമെന്നും സീബ്ര ലൈനും കൂടെ ക്രോസ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇനി വന്നിട്ട് കയറുമ്പോൾ ഒരാളെങ്കിലും ഇവിടെ നിന്ന് നിർത്തി ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ അവർ വരുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളല്ലേ. പിന്നെ സീബ്ര ക്രോസിംഗിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിങ്ങനൊരു സീബ്ര ക്രോസിംഗ് നമ്മുടെ സ്കൂളിന്റെ വാതിക്കൽ ഇട്ടിരിക്കുന്നത് ഇവരെ സുരക്ഷിതമായിട്ട് പോകണം. പലരും ഇവിടെ വന്നിട്ട് ഗേറ്റിന്റെ അവിടെ വന്നാണ് ക്രോസ് ചെയ്യുന്നത്. ഒരാളിനെ നിർത്തുകയും വേണം. ഈ സീബ്ര ക്രോസിംഗിലൂടെ അല്ലാതെ ക്രോസ് ചെയ്യലെന്ന് പലരും പറയുകയും വേണം. അപ്പം വാഹനങ്ങൾ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഈ റോഡിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് ചെയ്താൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതെല്ലാ കുട്ടികളുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ കണ്ടവരുടെ അടുത്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കണ്ട കുട്ടികളുടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരോടും കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ റോഡപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികളുടെ യാത്രയും അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിശോധനയ്ക്കായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പലർക്കും റോഡ് നിയമങ്ങളെപ്പറ്റി ഒരു കൃത്യമായ ബോധം ഇല്ല. കാരണം ഇത് ഞങ്ങൾ പലപ്പോഴും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ബോധവൽക്കരണം നടത്തുന്നെങ്കിലും രക്ഷകർത്താക്കൾ കൂടി കുട്ടികൾക്ക് ഈ റോഡ് നിയമങ്ങളെപ്പറ്റി ഒരു ബോധവൽക്കരണം വീടുകളിൽ തന്നെ നടത്തേണ്ടതാണ്. കാരണം റോഡ് എങ്ങനെ ക്രോസ് ചെയ്യണം, റോഡിൻ്റെ ഏത് വശത്തൂടെ നടക്കണം, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ പോലും പല കുട്ടികൾക്കും അറിയില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, എങ്കിലും ഇത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ട ഒരു പാഠമാണ്. രക്ഷകർത്താക്കൾ ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരെങ്ങനെയാണ് റോഡിൽ പെരുമാറേണ്ടത് എന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക.